ഫ്രണ്ട്സ്, ഓട്ടോകാഡ് സിവിൽ 3D ക്ലാസ്സിൻ്റെ പാർട്ട് 3ലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത്, നമ്മൾ പോയിൻറ്റ്സ് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മളതിൻ്റെ സർഫസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ലളിതമായ രീതിയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. നമ്മൾ ആദ്യമായി പോയിന്റ് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ സർഫസ് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യണം. ലളിതമായ രീതിയാണ്, ഓക്കെ, അത് കുഴപ്പമില്ല. ആദ്യമായി കൊണ്ട് തന്നെ ക്രിയേറ്റ് സർഫസ്. ഓക്കെ, ഈ സർഫസ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ ചിലപ്പോൾ കോണ്ടൂർ മെയിൻ പോയിന്റ്സുകളാണ്. പ്രൊഫൈലൊക്കെ ശരിയായ രീതിയിൽ വരണം, ഉഷാറായി വരണം എന്നൊക്കെ അതിന് വേണ്ടി വരും. ടിൻ സർഫസ്, ഓക്കെ, നമുക്ക് ഇനി ടിൻ സർഫസ് ആദ്യം ഫോളോ അപ്പ് ചെയ്താൽ ബാക്കിയുള്ള പിന്നീട് പഠിക്കാം. ഓക്കെ, എക്സിങ് ഗ്രൗണ്ട് ഈച്ച്, ഓക്കെ ഓക്കെ സർഫസ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു ഈച്ച് വന്നു. ഓക്കെ, ഈ സർഫസ് ക്രിയേറ്റ് ചെയ്ത ഈജിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ഇമ്പോർട്ട് ചെയ്ത ആ പ്രൊഫൈൽ ഉണ്ടല്ലോ, ആ പ്രൊഫൈൽ ലെവൽ ഉണ്ടല്ലോ, ആ ലെവലിൽ നമുക്ക് ആഡ് ചെയ്യണം. ഒന്നുകൂടെ സ്പേസ് ഡെലിമിറ്റർ, ഇതിലാണ് നമ്മൾ ചെയ്തിട്ടുള്ള പോയിന്റ് ഈസ്റ്റിങ് നോർത്തിങ് ZD എന്നതിലാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചാൽ നമുക്ക് എന്ത് ചോദിച്ചാൽ ഓക്കെ കൊടുക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സംഗതി വരും. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം നമ്മളെ സർഫസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്, ഉഷാറായിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിതിൻ്റെ ഒന്ന് ഉഷാറായ രീതിയിൽ നമുക്കൊന്ന് ശരിപ്പെടുത്തണം. ഉഷാറായി നമുക്കെന്തോ ഒന്ന് പോയിൻറ്റ്സിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് വരണം. സംഭവിച്ചാൽ നമ്മളിനി ചെയ്യുന്നത് ഇത് ക്രിയേറ്റ് ചെയ്യാം, റൈറ്റ് കൊണ്ടിരിക്കാം, എന്നിട്ട് നമ്മുടെ പ്രിയങ്കരനായ സർഫസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി ഉഷാറായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ സർഫസ് ക്രിയേറ്റ് ചെയ്തതിൽ പ്രോപ്പർട്ടീസ് ഒന്ന് പോയി നോക്കുക. സർഫസ് പ്രോപ്പർട്ടീസ്, ഇതാണ് സർഫസ് പ്രോപ്പർട്ടീസ്. അതുകൊണ്ടാണ് ശ്രദ്ധിക്കുക. ഈ സർഫസ് പ്രോപ്പർട്ടീസ് നമ്മൾ സംഭവിച്ചാൽ നമ്മളിനി അനാവശ്യമായിട്ടുള്ള പോയിന്റ്സൊക്കെ ചിലപ്പോൾ ചിലപ്പോൾ വരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഓട്ടോമാറ്റിക് മാറി. ഓക്കെ, നമ്മളിനി അനാവശ്യമായിട്ടുള്ളതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് പോയിൻറ്റ്സിൻ്റെ അടുത്തുള്ള അതിലായാലും മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, അത് മാത്രം മതി. അത് മാത്രം നമ്മൾ ഫോളോ അപ്പ് ചെയ്താൽ മതി. സർഫസ് പോവുക, ഡിലീറ്റ് ലൈൻസ്, നമുക്കൊന്നും ആവശ്യമില്ലല്ലോ. നമ്മൾ ഓട്ടോമാറ്റിക്ക് പോവും. ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുക്കുക. അനാവശ്യമായിട്ട് വന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഡിലീറ്റ് ചെയ്ത് കളയുക. ഓക്കെ, പോയിൻറ്റ്സ് എവിടെയൊക്കെ ഉണ്ടോ അത് മതി നമുക്ക്. പോയിൻറ്റ്സിൻ്റെ എഡ്ജ് ലൈന് അത് കൊടുത്താൽ മതി. ഓക്കെ, ആവശ്യമില്ലാതൊക്കെ നമ്മൾ ഒഴിവാക്കി കളയാം. പിന്നെ ഇത് പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. നമ്മൾ ശരിയായ രീതിയിൽ പ്രൊഫൈൽ അങ്ങും ഇങ്ങും വരും. അപ്പോൾ നമുക്കൊന്ന് നേരായ രീതിയിൽ ചെയ്യേണ്ടി വരും. സംഭവിച്ചു കഴിഞ്ഞാൽ പ്രൊഫൈൽ ചിലപ്പോൾ മോശമായ രീതിയിൽ പോയിൻറ്റ്സിൻ്റെ അപേക്ഷിച്ച് ഇതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യണം. എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത് പറയാം. സർഫസ് ക്രിയേറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വാപ്പ് മോഡ് നമുക്ക് അനാവശ്യമായിട്ടുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്യാം. ആവശ്യമില്ലാതൊക്കെ ഓക്കെ, നമ്മൾ അനാവശ്യമായിട്ടുള്ളതൊക്കെ നമ്മൾ റിമൂവ് ചെയ്യാം. ഇത് അനാവശ്യമാണ്, അങ്ങനെ ചെയ്യാം. ഓക്കെ, നമുക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പ്രൊഫൈൽ ചിലപ്പോൾ ലെവലുകൾ അങ്ങോട്ടും ചിലപ്പോൾ ഈ ലൈനും മാച്ച്, ഇതിപ്പോൾ ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്. ഈ ലൈനും മാച്ച് ആയിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ മാച്ചാക്കി കൊടുക്കാം. ഓക്കെ, നമ്മളതിൻ്റെ ഉഷാറാക്കി ചെയ്ത് കൊടുക്കണം. നല്ലൊരു ഉഷാറായ രീതിയിൽ, അല്ലെങ്കിൽ ഒരുപാട് കട്ടിങ് പോലും. ഞാനത് പിന്നീട് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ഇതെന്ത് ചെയ്തിട്ടില്ലെങ്കിൽ എന്തൊക്കെ വരുന്നില്ല. പ്രൊഫൈൽ ശരിയായ രീതിയിൽ വന്നുകൊള്ളണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി
ഇതിൻ്റെ കോണ്ടൂർ, നമ്മൾ കോണ്ടൂർ ഒന്ന് ഉഷാറാക്കി നോക്കണം. എന്താ കോണ്ടൂറിൻ്റെ സ്ഥിതി എന്താ നോക്കുന്നത്. റൈറ്റ് കൊണ്ടാൽ കളിക്കുക, അടിക്കുക സർഫസ് പ്രോപ്പർട്ടീസ്. നമുക്ക് എന്താ വെച്ചാൽ കോണ്ടൂർ ഓക്കെ. അപ്പോൾ കോണ്ടൂറാണ് നമ്മൾ ഒന്നുകൂടി ഒന്ന് ഉഷാറാക്കി കൊടുക്കാം. ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട്. കോണ്ടൂറാണെങ്കിൽ കോണ്ടൂർ ഓക്കെ. ഡിസൈനാണ് നമുക്ക് വേണ്ടത്. നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പോയിട്ട് നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്. കോണ്ടൂർ ഇൻ്റർവെൽസ് നമ്മളിവിടെ 0.25 കൊടുത്തു കഴിഞ്ഞാൽ അടുത്തേക്ക് വരും ഓക്കെ. നമുക്കിവിടെ നിങ്ങൾ മാറ്റം വന്ന് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഡെപ്രഷൻസ് കോണ്ടൂറൊക്കെ ഒന്ന് സ്മൂത്ത് ആക്കി കൊടുക്കുക. കോണ്ടൂറൊക്കെ എന്ന് വെച്ചാൽ വളരെ സ്മൂത്ത് ആക്കി കൊടുക്കുക. ട്രൂ ആക്കിയിട്ട് സ്പൈലൈൻസ് സ്മൂത്ത് ആയിട്ട് വന്നു. കോണ്ടൂർ ഉഷാറായ ഇതിൽ വന്നിട്ടുണ്ട്. നല്ല ഉഷാറായ ഇതിൽ വന്നിട്ടുണ്ട് പ്രൊഫൈലിൽ കോണ്ടൂർസ്. ഇതൊക്കെ സംഭവിച്ചാൽ ഇതൊക്കെ ലെയറിലാണ്. നമ്മൾ ലെയറൊക്കെ മാറ്റം വരുത്താവുന്നതാണ്. റൈറ്റ് അടിക്കുക, എഡിറ്റ് സർഫസ് ചെയ്യുക, ഡിസ്പ്ലേ. ഇതൊക്കെ ലെയറാണ്. നമുക്ക് ആവശ്യമില്ലാതൊക്കെ എന്താ വെച്ചാൽ റിമൂവ് ചെയ്താൽ ബോർഡർ, നമുക്ക് ഇനി ബോർഡർ ആവശ്യമില്ല, അവിടെ പോവും. മനസ്സിലായി. നമുക്ക് ബോർഡർ ലൈൻ ഉഷാറായി വന്നു, ബോർഡർ ലൈൻ അങ്ങ് പോയി ഓക്കെ. ഇത് വളരെ ഈസി ആയിട്ടുള്ള വളരെ ഇതായിട്ടുള്ള നമ്മളെ 2009 വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഓപ്ഷൻസ് ഒരുപാട് കൂടുതലുണ്ട് ഓക്കെ. അപ്പോൾ കോണ്ടൂർ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കോണ്ടൂർ ഉഷാറായതിൽ കോണ്ടൂർ വന്നു. അപ്പോൾ ഒന്നും കൂടി അത് മാറ്റം വരുത്തി നോക്കാം. സർഫസ് ക്രിയേറ്റ് ചെയ്യുന്ന ഇവിടെ കൂടെയൊക്കെ ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒന്നും കൂടി ഒന്ന് മാറ്റി നോക്കാം. സർഫസ് സ്മൂത്ത്നെസ് നോക്കി ഒരുപാട് നോക്കാം. നമുക്ക് 2D ആക്കി കൊടുക്കാൻ അല്ലേ. 2D ഇങ്ങനെ വന്നു. ഇത് നമുക്ക് വരാൻ പറ്റും. 3D വ്യൂവിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മളിത് പോയിട്ട് 2D 3D സ്ലോപ്പ് നമുക്ക് ഇനി ഉഷാറായ രീതിയിൽ വരാൻ ബാൻഡിങ്, കട്ട് ഫില്ല് ബാൻഡിങ്, ആ കളറ് വേറെ മാറിക്കണ്ടില്ലേ. ആ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ആവശ്യമുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട്. ആണല്ലേ. ഇതാണ് അതിൻ്റെ ഇപ്പോഴത്തെ ഗ്രൗണ്ടിൻ്റെ സ്ഥിതികൾ ഓക്കെ. വളരെ നല്ല ഒരു സംഗതിയാണ് 2D ഉണ്ട്. അതൊക്കെ ഓരോ ലെയറും ഒക്കെ ഇതിൽ മാറ്റം വരുത്താവുന്നതാണ്. ഗ്ലോബൽ ഒക്കെ ഇതിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഉഷാറായി വരും ഓക്കെ. സ്ലോപ്പ് എങ്ങനെയൊക്കെയാണ് സ്ലോപ്പ് എന്നുള്ളതൊക്കെ മാറ്റം വരുത്തും. മാറ്റം നമുക്ക് അറിയാവുന്ന രീതി ഉണ്ടല്ലേ. നമുക്ക് ഇവിടെ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു കോണ്ടൂറാണ് അതിൻ്റെ പ്രധാനമില്ല. നല്ല പഠിച്ചെടുക്കുക നല്ലതാണ്. ഞാൻ ചിലപ്പോൾ ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് പറയാമല്ലോ കോണ്ടൂർ ഓക്കെ. അപ്പോൾ നമ്മൾ സർഫസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട്. സർഫസ് എങ്ങനെയാണ് ഒരു ലളിതമായ രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഓക്കെ. ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മളെ ഡ്രസ്സുമാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വീഡിയോസ് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അടുത്തുള്ള ബെൽ ഐക്കണോട് അമർത്തി കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഓക്കെ. അപ്പോൾ ഒരുപാട് സംഗതികൾ നമ്മൾ പഠിച്ചു. കോണ്ടൂർ ഓക്കെ. ഈ പ്രത്യേകിച്ച് പറയാനുള്ളത് ഓരോ വീഡിയോസും ഒന്നിന് തുടർച്ചയാണ്. ഈ സർഫസ് ക്രിയേറ്റ് ചെയ്ത് ശരിയായ രീതിയിൽ വന്നിട്ടില്ലെങ്കിൽ നമ്മളെ മുന്നോട്ടുള്ള പ്രയാണങ്ങളിൽ നമുക്ക് ചിലപ്പോൾ പ്രശ്നങ്ങൾ തോന്നിയേക്കാം. ശരിയായി വന്നോളുന്നില്ല. ഇതിപ്പം ഉഷാറായി വന്നിട്ടുണ്ട് ഓക്കെ. അതിപ്പോൾ സർഫസ് ക്രിയേറ്റ് ചെയ്തത് എങ്ങനെ ശരിയായില്ല എന്നെങ്ങനെ മനസ്സിലാവുക വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ തന്നെ മനസ്സിലാവും. ശരിയായി ഇപ്പോൾ ചിലപ്പോൾ ഒരുപാട് മോശമായിട്ട് വരും. ഇൻഷാല്ലാ ചിലപ്പോൾ ശരിയാകും. നിങ്ങൾ ചെയ്യുമ്പോൾ ഒക്കെ ശരിയാകും. ഇനി ശരിയാവുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചെയ്യുക. നിങ്ങളെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്.